2018 മോഡൽ, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 ആണ്. നെഗോഷ്യബിൾ ആണ്. 1.15 ആസ്കിംഗ് റേറ്റ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഹോണ്ട സിറ്റി 2014 മോഡലാണ്. 14 വണ്ടി. ട്രിവാൻഡ്രം വണ്ടിയാണ്. ട്രിവാൻഡ്രം വണ്ടി, ഫാൻസി നമ്പറാണ്. 6060. അതെ അതെ അതെ. നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 190 ആണ്. 190. പിന്നെ നമുക്ക് കിലോമീറ്റർ ഉണ്ട്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇത് ഒമിനി 2014 മോഡലാണ്. 14 മോഡൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ശിവശക്തി കാർസിലാണ്. ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാപ്പനംകോടാണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെയാണ്. പാപ്പനംകോട് ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് കാറുകൾ ബഡ്ജറ്റുകാരുകളാണ്. അപ്പോൾ ഈ പുറകെ താറ് കൊടുക്കാനുള്ളതല്ലോ കേട്ടോ. അല്ലാതെ തന്നെ കുറേ ബഡ്ജറ്റ് കാറുകളുടെയും മിഡിൽ സെഗ്മെൻറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം പാപ്പനംകോട്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അനന്തുണ്ട്. അനന്ത് സുഖമാണോ? സുഖം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് പോയല്ലേ? അത്യാവശ്യം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം പാപ്പനംകോട് തന്നെയാണ്. നമ്മുടെ മെയിൻ ഹൈവേയിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷം പോലെ? സെയിം 2012 വണ്ടികൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വണ്ടി ഒരു ബഡ്ജറ്റ് കാര്യം സ്റ്റാർട്ട് ചെയ്യല്ലേ? ബഡ്ജറ്റ് കൊണ്ട് എടുത്ത് പഠിക്കാൻ കണക്കിനുള്ള വണ്ടിയല്ലേ? നമുക്ക് ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഇതാണ് 2001 മോഡലാണ്. 1 മോഡൽ 800 ആണ്. മാരുതി 800 ആണ്. കാർബറേറ്റർ ആണോ? കാർബറേറ്റർ 2001 കാർബറേറ്റർ ആണ് വരുന്നത്. എടുത്ത് പഠിക്കാനുള്ള ഒരു വണ്ടി അത്യാവശ്യം വണ്ടി തീരെ മോശമല്ല. എഞ്ചിൻ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ലതാണ്. പേപ്പറും ഉണ്ട്. ഒരു വർഷത്തേക്ക് 2026 ലാസ്റ്റ് വരെ പേപ്പറും വരുന്നുണ്ട്. 3rd ഓണർഷിപ്പ് ആണ് വരുന്നത്. ടയർ നമുക്ക് അത്യാവശ്യം 4 നല്ല കണ്ടീഷൻ ടയറാണ്. അതെ അതെ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ചെറുതായിട്ട് പെയ്ഡ് ആയിട്ടുണ്ട്. ഇന്റീരിയർ നോക്കുമ്പോഴത്തേക്കും സീറ്റ് ഉണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇതിൽ AC ഒക്കെ വർക്കിംഗ് ആണ്. AC ഉള്ള വണ്ടിയാണല്ലേ? കൂളിംഗ് എന്ന് പറയാനായിട്ടില്ല, AC ഉണ്ട്. വർക്കിംഗ് ആണ്. കൂളിംഗ് ആയിട്ടില്ല. ഉച്ചക്കൊക്കെ പോകാൻ പറ്റത്തില്ല, രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല പോവാം. മഴയത്ത് പോയല്ലേ? മഴയത്തൊക്കെ പോവാം. മഴയത്താണ് പ്രധാനമായിട്ടും മിസ്റ്റേക്ക് അടിക്കാതിരിക്കാൻ. അതിനൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇത് എടുത്ത് പഠിക്കാൻ ഒരു പർപ്പസ് ആണെങ്കിൽ ഓക്കെയാണ്, നൈസാണ്. അപ്പോൾ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ചേട്ടാ? ഇത് നമുക്ക് 2001 മോഡൽ 2026 ലാസ്റ്റ് വരെ പേപ്പറിലും ഉണ്ട്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 ആണ്. നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി വാഗണാർ 2008 മോഡലാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് ഇത്. അതെ അതെ അതെ. ഓക്കെ. ഇത് വേറെ വണ്ടിയല്ലേ? ഏതാ? ഇത് വേറെ വണ്ടിയല്ലേ? ഇത് വേറെ. അതല്ല, ആ വീഡിയോയിൽ നമ്മൾ സെയിൽ ആയിരുന്നു. 3 വാഗണാർ വേറെ കളറായിരുന്നു, വൈറ്റ് ഇല്ലായിരുന്നു. 2008 വണ്ടി. 2008 വണ്ടി, സെക്കൻഡ് ഓണർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരുന്ന വണ്ടി. LXi. അതെ. ടയർ 4 പുതിയ ടയറുണ്ടല്ലേ? ടയർ 4 നല്ല ടയറാണ്, നല്ല കണ്ടീഷൻ ടയറാണ്. റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ? ഏതാ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ചേട്ടാ. ഇത് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ, പവറിന്റെ. അപ്പം 2008 വണ്ടി, 28 പേപ്പർ 28 വരെ പേപ്പർ ഉണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്. നല്ല ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ്. സീറ്റ് കവറൊക്കെ കണ്ടറിയാം, ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുണ്ട്. അതെ അതെ അതെ. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. AC പവർ സ്റ്റിയറിംഗ് ഉള്ളൂ, പവർ വിൻഡോ ഇല്ല. AC വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. AC ഒക്കെ വർക്കിംഗ് ആണ്. നല്ല ടയറാണ്, ഒരു 90% ടയറുണ്ട്. അതെ അതെ, നല്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 1 ലക്ഷം ഒന്ന് കഴിഞ്ഞു പറഞ്ഞാൽ 1,05,000 അത്ര. കുഴപ്പമൊന്നുമില്ല, കണ്ടീഷൻ ഇല്ല. വണ്ടി നല്ല കണ്ടീഷനാണ്, ഓടിക്കാനൊക്കെ കൊള്ളാം. നമ്മൾ ഓടിച്ചാൽ വണ്ടി നല്ല കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം നമുക്കപ്പോൾ? നമുക്കിത് വന്നിട്ട് ഒരു 1.15 ആസ്കിംഗ് റേറ്റ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ. അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി വാഗണാർ. ഇത് 2010 മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ 32,000 കിലോമീറ്റർ ആയതേ ഉള്ളൂ. 32,000. ചെറിയ പീസ് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ ഡമ്മി പീസാണ്. അത് വെക്കും നമ്മൾ. ഈ നമ്പർ പ്ലേറ്റ് മാറണം. ഇന്നിപ്പോൾ വണ്ടി കൊണ്ടുവന്നുള്ളൂ വീഡിയോക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് നമുക്ക് വെക്കാൻ പറ്റാത്ത. അപ്പോൾ ഇതേ സെയിം പീസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി, വെച്ചാൽ മാത്രം മതി. നമ്പർ പ്ലേറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, നാളെ കിട്ടും. നമ്പർ പ്ലേറ്റ് മാറി കൊടുക്കും. നമ്പർ പ്ലേറ്റിന് ഓർഡർ കൊടുത്തു, നാളെ കിട്ടത്തുള്ളൂ. ഓക്കെ. ഈ സെയിം നമ്പർ ആയിരിക്കുമല്ലോ? സെയിം നമ്പർ. ഓക്കെ. ഈ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒരു സ്ക്രാച്ചസ് ഒന്നും, ഒരു സ്ക്രാച്ച് ഇല്ല. 4 ടയർ കണ്ടീഷൻ, നല്ല ടയർ കണ്ടീഷനാണ്. ടയർ ഒരു 80% ടയർ ഉണ്ടല്ലേ? 85% ഉണ്ട്. ഇന്റീരിയർ വേണമെങ്കിൽ നോക്കാം. ഓക്കെ. വണ്ടി നീറ്റ് കണ്ടീഷൻ ആണോ? ഒരു സ്ക്രാച്ചസ് ഇല്ല, ഡെന്റ് ഇല്ല. LXi. നമ്പർ പ്ലേറ്റ് മാറി പുതിയ വെച്ചു. നമ്പർ പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തേക്കുക, നാളെ വരത്തുള്ളൂ. നമ്പർ പ്ലേറ്റ് ആ ഫ്രണ്ടിൽ ആ പീസ് നമുക്ക് പുതിയത് വെച്ച് കൊടുക്കാം. 2010 അല്ലേ? 2010 സിംഗിൾ ഓണർ, 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഓക്കെ, 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ, 2 ഡോർ പവർ ജെന്യൂൻ കിലോമീറ്റർ, സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. കമ്പനി സർവീസ് തന്നെ വരുന്നത്. കമ്പനി സർവീസ് ഉള്ളതാണ്. അതെ അതെ. ഓക്കെ, നമ്മുടെ വണ്ടി ടെസ്റ്റ് വരുന്നത് എപ്പോഴാണ്? ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരുന്നത്. നമുക്ക് ഈ കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്തെടുക്കാം. ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ടെസ്റ്റ് മാത്രമാണ് ടെസ്റ്റ് ചെയ്ത് ക്ലീൻ ആയി കിടക്കുന്നില്ല. അതെ അതെ. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് വേണ്ടി? നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 190 ആണ്. 190. പിന്നെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കിലോമീറ്റർ ഉണ്ട്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി നല്ല പുതിയ വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ ഇരിക്കും. ന്യൂ ഷേപ്പാണ്. 2010 ന്യൂ ഷേപ്പാണ് സാധനം. ശരി, അടുത്ത വണ്ടി. അപ്പോൾ അനന്തു, അടുത്ത വണ്ടി ഇയോൺ. അടുത്ത വണ്ടി 2018 ഇയോൺ ആണ്. 2018 മോഡൽ, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. നല്ല നീറ്റ് വണ്ടിയാണ്. നോക്കിയറിയാം. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. അധികം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. പക്ഷേ ബാക്ക് ഒരു കുറച്ച് കുറവാണ് കേട്ടോ. ബാക്ക് ഒരു ബിലോ 50% ഉള്ളൂ ടയർ. ബാക്ക് രണ്ട് നല്ല ടയറാണ്. ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഫ്രണ്ട് ബാക്കാണ് ഞങ്ങൾ കാണിച്ചത്. ഫ്രണ്ട് കുറവാട്ടോ. ഫ്രണ്ട് ഒരു ബിലോ 50 നോക്കിയാൽ മതി. ആവറേജേ ഉള്ളൂ. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്. ഇന്റീരിയർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതെ, നമ്മളത് വണ്ടി വന്നതേ ഉള്ളൂ. അത് ആ സൈഡിലെ മിറർ, റൈറ്റ് സൈഡ് മിറർ പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അത് പുതിയ മിറർ നമ്മൾ മേടിച്ചേക്കുന്ന അതിന് വെക്കണം. ഇപ്പം ഇന്ന് കൊണ്ടുവന്നുള്ളൂ, അതുകൊണ്ട് വെക്കാൻ ടൈം കിട്ടിയില്ല. പുതിയ മിറർ വെച്ച് കൊടുക്കും. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ വരും. ഇത് എയറാണോ? 2 ഡോർ പവർ വിൻഡോ വരുമ്പോൾ ഈ സൈഡിലെ മിറർ പോയത്. ആ സൈഡ് മിറർ എയറല്ലേ? ഓക്കെ, ഈ സൈഡ് മിററാണ് പോയത്. പുതിയത് വെച്ച് കൊടുക്കാം. ഓക്കെ, 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് രണ്ട് ടയർ കണ്ടീഷൻ നമ്മൾ വായിക്കുന്നത് മിറർ മാത്രമേ ഉണ്ട്. അത് നമ്മൾ പുതിയത് വെച്ച് കൊടുക്കും. അപ്പോഴെങ്ങനെ പ്രൈസ് വരുന്നത് ചേട്ടാ? ഇത് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 245 ആണ്. 2018 245. ആ, ഓക്കെ, അത് നെഗോഷ്യബിൾ ആണോ? കുറച്ച് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, വേറെ കണ്ടീഷൻ വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാ കണ്ടീഷനാണ്. വണ്ടി എഞ്ചിനാണെങ്കിലും കണ്ടീഷനാണ്, AC എല്ലാം വർക്കിംഗ് ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ലോൺ എത്ര കയറും? 18 അല്ലേ? ലോൺ നമുക്ക് ഏകദേശം 2.5 ലക്ഷം രൂപ വരെ ലോൺ കയറും. അപ്പോൾ വണ്ടിയും കൊടുത്ത് ലോണ പൈസ അങ്ങോട്ട് കൊടുക്കാം. വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. അല്ല, നമുക്ക് ഫുൾ എമൗണ്ട് ആണെങ്കിൽ ലോൺ, കസ്റ്റമർ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം. വണ്ടി സാൻഡ്രോ. ഇത് 2007 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലിക്കകത്ത് തന്നെ പേര് മാറിയതാണ്. വേറെ പുറത്തല്ല, ഔട്ട്സൈഡ് അല്ല, വീട്ടിനകത്ത് തന്നെ പേര് മാറിയതാണ്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഇതിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ 60,000 ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററിയിലുള്ള വണ്ടി തന്നെ. അതെ. ഓക്കെ, ഇപ്പോൾ 27 പേപ്പർ വരുന്നുണ്ടോ? 2027 വരെ പേപ്പറിൽ അവൈലബിൾ ആണ്. 4 നല്ല 70% കൊള്ളാം. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. ബോഡിയൊക്കെ നല്ല നീറ്റാണ്. മൈന്യൂട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അത് ക്ലിയർ ചെയ്താൽ മതി. പിന്നെ അല്ല, ഈ വണ്ടി നമ്മുടെ ഇവിടെ കിടക്കുന്ന വണ്ടികളൊന്നും ഈ കണ്ടീഷൻ നോക്കണം. നമ്മൾ കൊടുക്കുമ്പോൾ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കും. പ്ലസ് ഇന്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്ത് നമ്മൾ ചെയ്യുന്നതല്ല, പുറത്തെടുത്ത് ചെയ്ത് നമ്മൾ വൃത്തിയാക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. സ്ഥലക്കുറവ് പരിമിതി കാണിക്കാനേ പറ്റുന്നുള്ളൂ. പരിമിതിയാണ് സ്ഥലത്തിന്. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട്. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തേക്കുന്നതാണ്. അതിന്റെ അടിയിൽ നല്ല സീറ്റ് ഉണ്ട്. ഇത് പുറമെ സീറ്റ് കവർ ചെയ്തേക്കുന്നതാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2007 ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. അതായത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ഷേ നല്ല ലോ കിലോമീറ്റർ വണ്ടിയല്ലേ? ലോ കിലോമീറ്റർ ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമുക്കിതിപ്പോൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 95 ആണ്. 95,000 ആണ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ചെറിയ വ്യത്യാസം വരുന്നല്ലേ? പിന്നെ നമുക്ക് ലോ കിലോമീറ്റർ ആണ്. ഇതിപ്പോൾ സെക്കൻഡ് ഓണർ ആണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ. AC എല്ലാം വർക്കിംഗ് ആണ്. ബാക്കിയെല്ലാം പക്ക വർക്കിംഗ്. എഞ്ചിനെല്ലാം നല്ല എഞ്ചിനാണ്. ഓടിക്കാനൊക്കെ നോക്കാനില്ല, നല്ല എഞ്ചിനാണ്. അത് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിക്കുള്ള റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ശരി. അപ്പോൾ അനന്തു, അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ ആണ്. ഇത് വന്നിട്ട് 2010 മോഡലാണ്. 10 വണ്ടി. അതെ, 2010 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ. കിലോമീറ്റർ സിംഗിൾ ഓണർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000 ജെന്യൂൻ കിലോമീറ്റർ ആണോ? ഓക്കെ, വണ്ടി നീറ്റ് ആയിട്ടുണ്ടല്ലേ? അതെ. വണ്ടി വാഷ് ചെയ്താൽ മതി. പൊടി അടിച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി അതിന്റെ ചെറിയ പൊടി അടിച്ചൊരിതുണ്ട്. LXi ആണല്ലേ? LXi അല്ല, LX ആണ്. LXiലോട്ട് ആക്കിയിട്ടുണ്ട്. അതായത് പവർ സ്റ്റിയറിംഗ് കയറ്റിയിട്ടുണ്ട്. അഡീഷണൽ പവർ സ്റ്റിയറിംഗ് ആക്കിയതാണ്. അതെ. നിലവിലെ LXi എന്ന് പറയാം, പക്ഷേ ഇൻബിൽറ്റ് LXi പവർ സ്റ്റിയറിംഗ് അല്ല, അഡീഷണൽ കയറ്റിയതാ. അതായത് AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഇപ്പോൾ. 2010 ആകുമ്പോഴത്തേക്കും ടെസ്റ്റിന് സമയമായോ? ടെസ്റ്റ് കഴിഞ്ഞോ? ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരും കേട്ടോ. പക്ഷെ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരുന്നെങ്കിലും അതിന്റെ പുതിയ ടാക്സും ഇൻഷുറൻസും നമുക്ക് കസ്റ്റമർ തന്നെ എടുത്തു തരും. ടാക്സ് അടച്ചിട്ടുണ്ട്. ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തു തരും. അപ്പോൾ നമുക്ക്
ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ടെസ്റ്റിംഗ് ഫീസ് അടച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിലവിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. ടാക്സ് ആണ് മെയിൻ ആയിട്ടുള്ള ചിലവ്. പുതിയ ടാക്സ്. അപ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ LXI ആക്കിയിട്ടുണ്ട്. അതായത് പവർ സ്റ്റിയറിംഗ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. AC വർക്കിംഗ് ആണ്. നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം, ടയർ കണ്ടീഷനും കൊള്ളാം. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അനന്തു എത്ര കൊടുക്കുക വണ്ടി? ചേട്ടാ ഞാൻ പറഞ്ഞില്ല, ഇത് 2010 മോഡൽ സിംഗിൾ ഓണറാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഈ വർഷം ജെന്യൂൻ കിലോമീറ്റർ. ഈ വർഷം ലാസ്റ്റ് പേപ്പർ തീരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ടാക്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ടാക്സ് ഈ മാസം എടുത്തതേ ഉള്ളൂ. ടാക്സ് എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത്, അപ്പോൾ നമുക്ക് ടെസ്റ്റിംഗ് ഫീസ് അടച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇനി എടുക്കുന്ന ആൾക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,18,000 ആണ്. 1,18 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്കാണെങ്കിലും കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അടുത്ത വണ്ടി ഒമിനി എങ്ങനെയാണ്? ഇത് ഒമിനി 2014 മോഡലാണ്. 14 മോഡൽ. ഓക്കെ, ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പായി 67,000 കിലോമീറ്റർ ആയി. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞല്ലേ? പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് നടക്കുക. കുറച്ച് ഫിറ്റിംഗ്സ് ഇവിടെ ഉണ്ട്. 4 ടയർ കൊള്ളാം. ഇവിടെ ടൈലൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ടൈൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട്, നമ്പർ പ്ലേറ്റ് മാറാനുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ ഒരു പീസ് ഫിറ്റ് ചെയ്യാനുണ്ട്. വർക്കിങ്ങിൻ്റെ ഇടയിലാണ്. വർക്കിൻ്റെ ഇടയിലാണ് അല്ലേ? ഇന്റീരിയർ കൊള്ളാം. ബാക്കിൽ കുറച്ചുകൂടി വൃത്തിയാക്കാനുണ്ട്. മാറ്റൊക്കെ ഇടാനുണ്ട്. കുഴപ്പമില്ല, നല്ല നീറ്റിൽ പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ? പെയിന്റിംഗ് ബാക്കിയെല്ലാം സെറ്റ് ആക്കി എടുക്കും. ഓക്കെ, നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചത്. വീഡിയോ കണ്ടിട്ട് നമ്മൾ എടുത്തത്. നമ്മൾ വീഡിയോയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആവും. സെറ്റാവും. പിന്നെ അതിപ്പോൾ 2 ദിവസത്തിനെല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ചേട്ടാ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 2014 മോഡലാണ്. 14 മോഡൽ 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. നല്ല വണ്ടിയാണ്. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് കുറച്ച് എമൗണ്ട് ചെയ്ത് കൊടുക്കാം, മാക്സിമം നോക്കാം. ഫിനാൻസ് കയർ മാക്സിമം ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇത് ഹോണ്ട സിറ്റി 2014 മോഡലാണ്. 14 വണ്ടി. ട്രിവാൻഡ്രം വണ്ടിയാണ്. ട്രിവാൻഡ്രം വണ്ടി, ഫാൻസി നമ്പറാണ്. 6060. അതെ അതെ അതെ, 701. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പായി. കിലോമീറ്റർ 1,60,000 കഴിഞ്ഞു. ഡീസൽ വണ്ടിയാണോ? ഡീസലാണല്ലേ? ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ ഡീസൽ മാനുവലാണ്. നല്ല മൈലേജ് വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസാ. സ്ക്രാച്ചസ് ഓൾമോസ്റ്റ് ഇല്ല, വലിയ സ്ക്രാച്ച് റീപ്ലേസ്മെന്റ് ടയർ കണ്ടീഷൻ ഉണ്ട്. 70 to 80% ടയർ കണ്ടീഷൻ ഉണ്ടല്ലേ? അതെ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നീറ്റ് ഉണ്ട്. സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, ടയർ കണ്ടീഷൻ ഒക്കെ നല്ലതാ. ഫ്രണ്ടൊക്കെ പുതിയ ടയർ അടങ്ങും. ഫ്രണ്ട് നല്ല പുതിയതല്ലേ? ഫ്രണ്ട് 100%, ബാക്ക് 90%. ഓൾമോസ്റ്റ് എല്ലാം പുതിയ ടയർ അടങ്ങുന്നു. ഓക്കെ, വണ്ടി എഞ്ചിനൊക്കെ പക്കയാണല്ലോ? എഞ്ചിനൊക്കെ പക്ക, നല്ല ഓടിക്കാൻ നല്ല സുഖം, വേറെ കുഴപ്പമൊന്നുമില്ല. 2014 മോഡലാണ്. ഡീസലും നല്ല മൈലേജ് കിട്ടുമല്ലോ? മൈലേജ് എങ്ങനെയാണെങ്കിലും 18 മേളിൽ കിട്ടുമല്ലോ. എത്ര കൊടുക്കാം നമുക്ക്? ചേട്ടാ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,40 ആണ്. 4,40 ആണ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്ക് മാക്സിമം ഒരു 3.5 വരെയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3.5 വരെ മാക്സിമം ചെയ്ത് കൊടുക്കാം. നമുക്ക് വീഡിയോ അതിന്റെ പേരല്ലേ? നമ്മൾ പുതിയ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. വണ്ടി കുറെ അഡ്വാൻസ് ആയത് കിടപ്പുണ്ടല്ലേ? കുറച്ചൊക്കെ അഡ്വാൻസ് ആയത് സൈഡ് കിടക്കാം. 1-2 അഡ്വാൻസ് ആയി കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.